സുഹൃത്തുക്കളെ, അപ്പോൾ ഈവനിങ് വാക്കിന് ഞങ്ങളൊന്ന് പുറത്ത് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ലിജി നടക്കാൻ പോകല്ലേ? നടക്കാനായിട്ട് അതാണ് ഫ്ലാറ്റ്. ഇതാണ് നമ്മളെ ഫ്ലാറ്റ്. ഇത് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. കാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കണ്ട. നമ്മളെ സ്വന്തം വാഹനം. ഇതാണ് എൻ്റെ കമ്പനി വണ്ടി കേട്ടാ. ഇതെൻ്റെ കമ്പനി വണ്ടി. അതാണ് കമ്പനി വണ്ടി. ഫുഡ് കൊണ്ടുപോകണം. അവിടെയാണ് കടലാണ് കാണുന്നത്. ഇതേ ചെയ്തോട്ടെ. കാണുന്നത് കടലാണ്. അവിടെ ആ ഭാഗത്താണ് നടക്കാൻ പോകുന്നത്. ഹോസ്പിറ്റലുണ്ട് തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്. ഈ സ്ഥലത്തിന്റെ പേര് ഫിന്ദാസ് ആണ് ട്ടാ. ലണ്ടൻ ഹോസ്പിറ്റൽ അല്ലേ? ഓക്കേ. ആ വണ്ടി അവിടെ ഇട്ട് നടക്കും. വണ്ടി അതല്ലേ, നമുക്ക് ഗ്യാസ് എടുക്കാനുണ്ട്. ഗ്യാസ് തീർന്നപ്പോ അല്ല, ഞങ്ങൾ ഇവിടുന്ന് നടന്നു പോകണം കേട്ടോ. അത് സ്ഥലേ ഗ്യാസ് എടുക്കാനുണ്ട്. അപ്പൊ ഗ്യാസ് തൊട്ടടുത്ത് അവിടെയാണ് ഗ്യാസ്. അപ്പൊ ഗ്യാസ് ഞങ്ങൾ ഇറങ്ങി. ഇതാ നമ്മളെ ഈ ഗ്രൗണ്ടിൽ തന്നെ കേട്ടോ. ഗ്രൗണ്ടിൽ നമ്മൾ ഇറങ്ങി തൊട്ടടുത്ത് തന്നെ ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്. ഇതൊക്കെ അവിടെ ചെന്നാൽ മതി. ആൾക്കാരെ വണ്ടിയിൽ കയറ്റുന്നുണ്ട് കണ്ടില്ലേ. അപ്പം നമ്മളെ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ട് നിർത്തും. അവർ നമുക്ക് ഗ്യാസ് വണ്ടിയിൽ എടുത്ത് വെച്ച് തരും. ആ ഗ്യാസ് സ്റ്റേഷൻ്റെ ഇപ്പുറത്ത് തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. പള്ളിയിൽ അവിടെ നമ്മളെ വണ്ടി ഇട്ട് അങ്ങനെ ഇവിടെ അങ്ങോട്ട് നടക്കും. ഇവിടെ നമുക്ക് ഞാൻ നടക്കാം. ഈന്തപ്പഴം തുടങ്ങിയിട്ടുള്ളൂ. ഈന്തപ്പഴേ പൊടിച്ചു വരുന്നതേ ഉള്ളൂ. എനിക്ക് കാണാൻ പറ്റുമോ തോന്നുന്നില്ല ഈന്തപ്പഴം ഉണ്ടാക്കി കിടക്കുന്നത് അല്ലേ? ഞാൻ പോകൂലേ? വരുമല്ലോ. വരുമ്പോഴേക്കാവും അല്ലേ? പിന്നെ 2 മാസം കഴിഞ്ഞ ഈന്തപ്പഴം. ഈ റോട്ടിൽ കൂടി തന്നെ വീടുകളുടെ ഇടയിൽ കൂടി നടന്നു പോണ കേട്ടാ. അല്ല, ഇപ്പൊ ഗ്യാസ് എടുക്കാൻ വന്നേരം ഇപ്പൊ നമ്മള് വർഷപ്പുറത്ത് നിർത്തിയാലോ. എനിക്കൊന്നും ചേട്ടന് കൊറേ വർഷമായിട്ട് കണ്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണല്ലേ. അതാണ് ഈന്തപ്പനാണ് എനിക്ക് ഈന്തപ്പനാണ് ആദ്യമായിട്ട് കണ്ടല്ലേ. ഈന്തപ്പനാകുമ്പോളേ ചേട്ടൻ 10-26 വർഷം കണ്ട് മട്ടിച്ചില്ലേ. ഞാനാകെ 6 മാസം അല്ലേ. അങ്ങനെ കുറെ നേരം നടക്കുന്നുണ്ട്. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നടക്കാനായിട്ട്. എങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അല്ലേ. ഇങ്ങനെ കയ്യും വീശിയെന്നാണ് കടപ്പറമ്പില്. അത് അരളിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതെ, ഇവിടെ കടലാസ് പൂവ് ചെടികള്. ഇത് എന്നിട്ടാന്നറിയോ ലിജിക്ക്? ഇത് ഈ സാധനം ഇത് കള്ളിച്ചെടി എന്നൊക്കെ പറയൂല്ലേ. ഇത് നമ്മള് ഇതിവിടെ ചെടിയായിട്ട് വെക്കുന്നതാണ്. കണ്ടോ അവിടെ ചെടി പോലെ ആക്കി വെക്കുന്നത്. ലിജി അവിടെ ഈന്തപ്പഴം ഇവിടെ ശരിക്കും കാണാം അല്ലേ? കാണും എനിക്കൊരു പ്രത്യേക ഭംഗി തോന്നുന്നു. നല്ല പഴുത്ത് കടന്ന് കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതാണ് ഫിന്ദാസ് പാർക്ക്. പക്ഷെ ഇവിടെ ഉള്ള റോഡൊന്ന് ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് പണി.
രണ്ടൊരു ഇവിടേക്ക് വന്നേ റോഡൊന്ന് ക്രോസ് ചെയ്തിട്ടാനായിട്ടേ നല്ല പണിയാ. ചേട്ടാ ചായ വാ ഞാൻ കവർ ചെയ്യട്ടെ, ഞാൻ കവർ ചെയ്യുന്ന എടുത്തോ. ഇതിന്റെ ആൾക്കൂട്ടം ലിജി അവിടെ ആൾക്കൂട്ടം ആൾക്കൂട്ടം അവിടെ എന്താണത്? ചായ കൊടുക്കണം, വിളിച്ചു കൊടുക്കണ്ട എല്ലാവർക്കും. വാ അവിടെ ഇങ്ങനെ കൊടുക്കണം. അവിടെ ആൾക്കൂട്ടം കണ്ട അവിടെ അവിടെ നിന്ന് ഞങ്ങൾ ക്രോസ് ആയി കയറുന്നത്. റോഡ് ക്രോസ് ആയി നിൽക്കുമ്പോൾ അവിടെ ഒരാൾക്കൂട്ടം. അപ്പോൾ ഞങ്ങളെ വിളിച്ചപ്പോൾ എന്നിട്ടാ കിട്ടിയില്ലേ ജി? ചായ 4 ബിസ്ക്കറ്റ്, ചായ ഈന്തപ്പഴം, വെള്ളം, ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ്, ചായ, വെള്ളം, ഈന്തപ്പഴം, ബിസ്ക്കറ്റ്. ഇത് കഴിച്ചിട്ട് നമുക്ക് നടക്കാം അല്ലേ? ഈന്തപ്പഴം, ബിസ്ക്കറ്റ്, വെള്ളം, ചായ ഇത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയതാട്ടാ. റോഡ് സൈഡിലേ അവരൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ചായ പിടിച്ചിട്ട് നമുക്കേ നടക്കാം. ചായ കുടിക്കും. അല്ല ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടേ വേസ്റ്റ് കളയാൻ പോകണം. ഇവിടെ ഇങ്ങനെ ഡെയിലി നടക്കാൻ വേണ്ടി ഫുഡ് കിട്ടുന്ന സുഖമായിരുന്നല്ലേ? ചൂണ്ട കയറുണ്ട. ചൂണ്ട വേണ്ട ആൾക്കാര് വല്ല കിട്ടണ്ട. എന്തോ വലിക്കണുണ്ട് അയാള്. കേട്ടാ ചൂണ്ടകള് വെറുതെ വെച്ച് പോയിക്കണം മീൻ കൊത്താൻ വേണ്ടി അല്ലേ? ഇങ്ങനെ എനിക്ക് പിള്ളേര് കളിക്കുന്നത്. ഇവിടെ കുറച്ച് ടീം അവിടെ കളിക്കണ് ഇരിക്കണ്. അവിടെ കുറച്ച് ആൾക്കാർ ക്രിക്കറ്റ് കളിക്കണം. അതിൻ്റെ അകത്ത് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. നടക്കണത് നടപ്പാതല്ലത്, പാർക്കിന്റെ ഒരു പെണ്ണ് നടന്നു പോകുന്നു. കൊറേ ഉണ്ടാവും ഇനി കൊറേ കഴിയുമ്പോ. കുറച്ചപ്പോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നമുക്ക് ഫിലിപ്പീൻസ് കൊച്ചാ. ഓക്കെ ഇനി നമുക്ക് ഇന്നിപ്പോ നമ്മള് ഈ ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നതല്ല. ഞാൻ സാധാരണ വേറെ ഡ്രസ്സൊക്കെ ഇടാറ്. നടക്കാൻ കടപ്പുറത്ത് ഇങ്ങനെ നടക്കാനുള്ള നല്ല രസമുണ്ട്, സൗകര്യം. ഇതെല്ലാം വൃത്തിയാണ് നടക്കുന്ന സ്ഥലം. അതാണ് ഏറ്റവും ഇത് കണ്ട വൃത്തിയാണ് ഒരു ലേന നല്ല ഭംഗിയാണ്. ഇന്ന് ആൾക്കാർ ഇത്തിരി കുറച്ച് കഴിയുമ്പോ വരും. കുറെ ആൾക്കാരില്ല അല്ലേ ജി? കുറെ കഴിയുമ്പോ വരും. നല്ല ദൂരം ഞാൻ അറ്റത്തുനിന്നാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് നേരെ ബാക്കിലോട്ട് അറ്റം വരെ നടക്കും. ഇവിടെ നല്ല റൂം ഇതൊക്കെ പ്രയർ ചെയ്യാനും ടോയ്ലറ്റ് സൗകര്യം എല്ലാം ഉണ്ട് അവിടെ. കടൽക്കാറ്റും കൊണ്ട് ഇങ്ങനെ നടക്കാൻ സുഖം. സൈക്കിളിനൊക്കെ വാടക കൊടുക്കാൻ പറ്റാൻ സൈക്കിള്.
ഞാൻ പിന്നിലായതാൾ അറിഞ്ഞിട്ടില്ലടാ, ഇങ്ങനെ പോവാണ് കൂടെ. ഞാനെന്ത് വിചാരിച്ചില്ല പോവില്ല. എവിടം വരും പോകുന്നറിയണോ അല്ലേ? ഞാനില്ലാതെ എങ്ങനെ തോന്നി? ഞാനില്ലാതെ എങ്ങനെ തോന്നി? നടക്കണം ചാപ്പേണ്ടിന്റെ ഇരുന്നില്ലേ? അത് ശരി. ഇരുട്ട് തുടങ്ങിട്ടാ. നമ്മ അങ്ങേറ്റം പോയപ്പോഴതിനും ഇരുട്ടായി. സൂം ചെയ്തോട്ടെ. അപ്പൊ ഇങ്ങനത്തെ കാണാനായിട്ടാണ് നല്ല വൃത്തിയും വെടുപ്പുണ്ടാവും ഏറ്റവും മെയിനായിട്ട്. നമ്മ അവിടെ നിന്നാണ് വന്നത്. അതങ്ങനെ ആ വഴി അങ്ങോട്ട് കുറേ ഉണ്ട്. പിന്നെ അങ്ങേറ്റം വരെ ഉണ്ട്, കുറേ ഉണ്ടാവും നടക്കാൻ. കളിച്ചാ നടക്കണ്ടേക്കണേ. പിന്നെ റൗണ്ട് പോരാ, ഒരു റൗണ്ട് ഒന്നും പോരാ. അതുപോലെ നടക്കണം. പിന്നെ കടലിന്റെ തൊട്ടടുത്ത് നടക്കാൻ വരും. കടൽ പക്ഷെ കാറ്റ് കുറവാണ്. കാറ്റ് കുറവുണ്ട്, ആൾക്കാരും കുറവ്. ആൾക്കാരും കുറവാണ്. പക്ഷെ ആൾക്കാർ കുറവ് നല്ലതാണ്. നല്ല സൈലന്റ്. സൈലന്റ് വെച്ചല്ലേ, ഒരുപാട് തിക്കും തിരക്കൊന്നുമില്ല. നല്ല ഇന്നലെ പോന്നില്ല. ദിവസം പറ്റില്ല. കൈ കാണിക്കണം പിടിച്ചിട്ട്, കൈ കാണിക്കണം. പിടിക്കാൻ ഓ കൈ കഴിച്ചല്ലേ? എനിക്കും കൈ കഴിക്കാം. അതാണ് ഞാൻ ബാഗ് തോളിലിടാത്ത. ബാഗ് ഒഴിവാക്കാൻ പറ്റാത്ത കണ്ടീഷനായില്ലേ? അതെന്താണെന്ന് അവിടെ പോകുമ്പോൾ ബാഗ് പിടിക്കുന്നത്. അതെന്താണെന്നാ ഒരു പ്രാവശ്യം പോലീസ് പിടിച്ചാരേ പാസ്പോർട്ടും വിസയൊക്കെ ചോദിക്കണ്ട. അപ്പൊ അത് കാരണം പാസ്പോർട്ടും വിസയ്ക്കും ബാഗിലാണ്. ഫോണോടത്ത് അത് പിന്നെ ഇതൊന്നും ബാഗിലാണ്ട് പറ്റൂല. കാരണം അതാണ് പാസ്പോർട്ട്, വിസ, വിസ എല്ലാം ഉള്ളത്. എല്ലാം ഉള്ളത്. അത് കാണിച്ചു കൊടുക്കണം പോലീസ് പിടിച്ചാ. ഭയങ്കര ചെക്കിങ് ആണ്. ഒരു പ്രാവശ്യം പിടിച്ചപ്പോ എന്റെ ഉണ്ടായ കാര്യം ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പണി വേണ്ടേനെ. അത് കാരണം ഈ ബാഗ് മൊബൈലുണ്ട്. പക്ഷെ പോലീസുകാർ അത് ചോദിക്കണം. എനിക്കല്ലാണ്ട് ഈ ബാഗ് ഒറിജിനൽ വിസ തോളിലിടുമ്പോ തോള് കഴിക്കണം. പാസ്പോർട്ടൊക്കെ ചോദിക്കുന്നില്ല അതിന്റെ പേരിൽ. അതാണ് ഈ ഫോണോടത്തൊക്കെ ബാഗ് കൊണ്ടുവരുന്നത്. അത് കാരണം 24 മണിക്കൂറും തൊട്ടടുത്ത് വരും ബാഗ് വേണം. അല്ലെങ്കിൽ തൊട്ടടുത്ത് വരെ ഫോൺ കൊണ്ടുവന്നാ മതിയില്ലേ? അതാണ് സംഭവം. തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ റൂമാണ് കാണുന്നത്. അവിടെ കൂടാരൊക്കെ ഇവിടെ ഇടയ്ക്കിട്ട് പല പ്രോഗ്രാമുകൾ നടക്കാറുണ്ട് കേട്ടോ. സമയത്ത് ഇവിടെ പ്രോഗ്രാം ആദ്യമായിട്ട് വന്ന് വിളിക്കണേ. മഞ്ഞത്ത് സെക്ടറൊക്കെ ഇട്ട് നടക്കണ്ടാവുക. ഇവിടെ മണലാണ്. ഇവിടെ മണല്ലേ, മണലിൽ കൂടെ നടക്കണ്ട. ഇങ്ങോട്ട് തിരിയാ. മഞ്ഞ ലൈറ്റ് ഉണ്ടോ? ആ മഞ്ഞ ലൈറ്റ് ഉണ്ടോ? അതിന് തൊട്ടപ്പുറത്ത് അതിന്റെ അപ്പുറത്താണ് ആ കാണുന്ന മഞ്ഞ ലൈറ്റ് തൊട്ടപ്പുറത്താണ് നമ്മളെ ബിൽഡിങ്. ഞങ്ങളങ്ങനെ നടന്നു കഴിഞ്ഞോട്ടാ. ദാഹിച്ചിട്ടും പാടില്ല. അപ്പൊ ഞങ്ങള് പോവാണ്. ഇരുട്ടായി നടക്കാം. നമുക്ക് ഇവിടെ ഇവിടെ വെള്ളം കുപ്പിയോടെ
മരം ചുറ്റിയാണ്. എന്താണ് മരം ചുറ്റി നിൽക്കണം? ഇത് മരണ്ട പോസ്റ്റാണ്. പോവാ. എങ്ങനെയുണ്ട് നടത്താം? നടക്കല്ലേ ആവശ്യമായില്ലേ? 3 റൗണ്ട് 2 റൗണ്ട് 3 റൗണ്ടൊക്കെ നടന്നു. അത്രയുണ്ട്. 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നടന്നാൽ മതി. എനിക്കിപ്പോ നടക്കാൻ ഡെയിലി വന്നപ്പോ ഞാൻ ചേട്ടനെ വിളിച്ചോണ്ട് വരും. എനിക്കിഷ്ടായി. നടന്നില്ലെങ്കിൽ എന്തോ പോലെ നടന്നിരുന്നു. നല്ല ഇഷ്ടം പോലെ അങ്ങ് ഇത്ര കരുതി കൂടുതൽ നടക്കും. ഞങ്ങളല്ലേ ഞാൻ സാൽവയിൽ താമസിക്കുമ്പോൾ ഞങ്ങളവിടെ സാൽവ പാർക്കിലൊക്കെ പോകും. ഇടയ്ക്കിട്ട് എപ്പോഴും പോകില്ല. ഇടയ്ക്കിട്ട് നടക്കാൻ പോകും. നടക്കാൻ പോയി ചിലപ്പോൾ കണ്ടിന്യൂ ഒരാഴ്ച 2 ആഴ്ച കണ്ടിന്യൂ പോകും. കുറച്ച് ദിവസം സ്റ്റോപ്പ് ചെയ്യും. ജോലിയുടെ ഭാരം കൂടുതലും കുറവനുസരിച്ചാണ് കേൾക്കാം. ഇപ്പൊ ചേട്ടനിപ്പോ വേഗം വരുന്നുണ്ടല്ലോ. നടക്കാൻ പറയല്ലേ ഡ്യൂട്ടിയുടെ അനുസരിച്ചാണ്. ഞാൻ കുറേ നടക്കും. ഒരു റൗണ്ട് 1 കിലോമീറ്റർ കൂടുതലുണ്ടായി. അതൊരു 4-5 റൗണ്ടാക്കാം. മിനിമം 4 റൗണ്ട് നടക്കുക. നമ്മ റൂമിലേക്ക് നടക്കുന്നുണ്ടല്ലോ, അവിടെ തന്നെ അല്ലല്ലോ. റൂമിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, അവിടെ നടക്കുന്നുണ്ട്. ഇത്ര നടന്നിട്ടേ മതി. അപ്പോ ഇനി നല്ലൊരു വീഡിയോ പിന്നെ വരാട്ടാ. ഓക്കെ ബൈ. വീഡിയോ ഇടാന്ന് വെച്ചിട്ടാണ് നമ്മുടെ വണ്ടി അവിടെയാണ്.